മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. മഹോന്നതനായ കർത്താവായ യേശുക്രിസ്തു ഒരു സ്ത്രീയോട്, അതും പ്രത്യേകിച്ച് ഒരു സുറഫൈനിക്ക സ്ത്രീയോട് പറയുകയാണ്, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഓരോ വ്യക്തിയുടെയും ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. ആ സ്ത്രീയോട് പറയാണ്, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അവളൊരു പുറജാതി സ്ത്രീയാണ്. എന്നിരുന്നാലും കർത്താവ് പറയാണ്, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായിരുന്നു അവളുടെ ഇഷ്ടം? അവളുടെ മകൾക്ക് സൗഖ്യം വരണം. അതിനപ്പുറത്തോട്ട് അവർക്ക് ഒരു താല്പര്യവുമില്ല. അതുമാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. കർത്താവ് അവളോട് പറയുമ്പോൾ അത് മാത്രമാണോ അവളുടെ ആഗ്രഹം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഇഷ്ടം പോലെ തന്നെ ഭവിക്കട്ടെ. നമ്മൾ വായിക്കുന്നത് അതുപോലെ സംഭവിച്ചു. ഒരു സാധു സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവളുടെ വിലാപം മുഴുവൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ഇഷ്ടം നടക്കുവാൻ അനുമതി കൊടുത്ത കർത്താവിൻ്റെ വലിപ്പവും മഹത്വവും എത്ര ഉന്നതമാണ്.